നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ പിണറായി വിജയൻ നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമെന്ന് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്. PT തോമസിന്റെ ഉപ്പുതോട്ടിലെ അന്ത്യവിശ്രമ സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി ആദരവ് അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS ഇടുക്കി ജില്ലാ സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന വൃദ്ധവികലാംഗ സന്നദ്ധത്തിലെ അന്തേവാസികളുമായി മലങ്കര ഡാം പാർക്കിൽ നാച്ചുറൽ വാക്കിംഗ് നടത്തി. അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരപാതകൾ കയ്യേറി ബോർഡുകളും കൊടികളും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് തൊടുപുഴ നഗരസഭ. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. KVMS തൊടുപുഴ താലൂക്ക് യൂണിയനും ദീനദയ സേവാ ട്രസ്റ്റും സേവാഭാരതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ പിണറായി വിജയൻ നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമെന്ന് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്. ഇടതുപക്ഷത്തെ മുടിചൂടാമന്നനായി നിന്ന പിണറായി വിജയനെ വോട്ട് എണ്ണുമ്പോൾ 6 റൗണ്ടിൽ പുറകിൽ നിർത്താൻ കഴിഞ്ഞതും ഭൂരിപക്ഷത്തിൽ 30,000 കുറവ് വരുത്താൻ കഴിഞ്ഞതും UDFന്റെ കരുത്താണ് തെളിയിച്ചത് എന്നും അബ്ദുൾ റഷീദ് പറഞ്ഞു. കോൺഗ്രസ് നേതാവും MLAയുമായിരുന്ന PT തോമസിന്റെ ഉപ്പുതോട്ടിലെ അന്ത്യവിശ്രമ സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി ആദരവ് അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷം ഭരിച്ച കേരള ജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ച പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നതെന്നും കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസിനെയും പാർട്ടി ഗുണ്ടകളെയും വിട്ട് ആക്രമണങ്ങളും നടത്തിയ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകാൻ പോലും യോഗ്യതയില്ലെന്നും പിണറായി വിജയന്റെ എതിർ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്. തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ടെങ്കിലും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്നും അതിൽ അഭിമാനം കൊള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവും MLAയുമായിരുന്ന PT തോമസിന്റെ ഉപ്പുതോട്ടിലെ അന്ത്യവിശ്രമ സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി ആദരവ് അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അബ്ദുൾ റഷീദ്. ധർമ്മടത്തുണ്ടായത് ഒരു രാഷ്ട്രീയ വിജയമാണ്. കാരണം കഴിഞ്ഞ 6 പതിറ്റാണ്ട് രാഷ്ട്രീയ കാലത്തെ പിണറായി വിജയൻ്റെ ജീവിതത്തിൽ പിണറായി വിജയൻ ദ്രോഹിച്ചവർ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും SNC ലാവലിൻ ഉൾപ്പെടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സകല ലോകത്തെ മുഴുവൻ മലയാളികളും വെല്ലുവിളിച്ചുള്ള അധികാരം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യരെ മുഴുവൻ ആഹ്ലാദിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായത്. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ധർമ്മടം അസംബ്ലിക്കകത്ത് ഇടതുപക്ഷം മാത്രം ഭരിച്ച ചെമ്പിലോട്, മഞ്ചരക്കണ്ടിയും വേങ്ങാടും അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 6 റൗണ്ടുകളിൽ അദ്ദേഹം പിറകിൽ ഒരു മുഖ്യമന്ത്രി 10 വർഷക്കാലം കേരളത്തിൻ്റെ സകല വികസന നായകൻ എന്ന് പേര് പറഞ്ഞ, ഏറ്റവും കൂടുതൽ വികസനം നടന്നു എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിനകത്ത് 6 റൗണ്ടിലും മുന്നിലെത്താതെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിയർക്കുന്നത് ലോകം മുഴുവൻ കണ്ടു. പിണറായി വിജയൻ ഇതിന് പരം അപമാനം വേറെയില്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവാകാൻ പോലും ഇത്രയും വലിയ തകർച്ച കേരളത്തിൽ CPM പാർട്ടിക്ക് നേരിടാൻ, ഞങ്ങളാരും കമ്മ്യൂണിസം തകർന്നു കാണുന്ന ആഗ്രഹിക്കുന്നവരല്ല, അങ്ങനെ നേരിടാൻ കാരണക്കാരനായ വ്യക്തിക്ക് ഒരു പ്രതിപക്ഷ നേതാവാകാൻ പോലും യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടായിരുന്നു ധർമ്മടത്ത്. തീർച്ചയായും ഞാൻ ബഹുമാനായ PT കല്ലറയിൽ വന്നത്, മഹാനായ PT ഏറ്റവും കൂടുതൽ വെല്ലുവിളിച്ചതും അപമാനിച്ചതും ദ്രോഹിച്ചതും ഉൾപ്പെടെ പിണറായി വിജയനാണ്. അങ്ങനെ എത്രയോ പേരെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്, ലോകത്തെ മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയും ധർമ്മടത്തെ റിസൾട്ടിലില്ല. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം
50,000-ലധികം ഭൂരിപക്ഷം നേടിയ ഒരു അസംബ്ലിയിൽ മുഖ്യമന്ത്രിയായിരിക്കെ മത്സരിച്ചിട്ട് അവിടെ 30,000-ലധികം വരുന്ന ഭൂരിപക്ഷം കുറക്കാനും തുടർച്ചയായി 6 റൗണ്ടുകളിൽ ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷമാണ്, ജില്ലാ പഞ്ചായത്ത് മുഴുവൻ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. പാർട്ടി പിറന്ന് പിണറായി പാറപ്പുറ ഉൾപ്പെടുന്ന മണ്ണാണ്, AKGയുടെ പെരളശ്ശേരി ഉൾപ്പെടുന്ന മണ്ണാണ്. അവിടെ പിണറായി വിജയനെ രാഷ്ട്രീയപരമായി തുടക്കത്തിലെങ്കിലും പിറകിൽ ആക്കാൻ സാധിച്ചത് അവിടുത്തെ UDFൻ്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒപ്പം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ ഭാഗവാക്കായി നിൽക്കാൻ സാധിച്ചാൽ അഭിമാനമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള നിരാശയും അതിനകത്ത് തോന്നിയിട്ടില്ല. പിണറായി വിജയന്റെ മുഖത്തു നോക്കി തന്റെ വ്യക്തമായ നിലപാടുകൾ വിളിച്ചു പറഞ്ഞ നേതാവാണ് PT തോമസ്. കൺമുമ്പിലില്ലെങ്കിലും PT എന്ന നേതാവിന്റെ സ്മരണ എപ്പോഴും തനിക്ക് മാർഗദീപമാണെന്നും അബ്ദുൾ റഷീദ് കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ PT തോമസിന്റെ കുടുംബാംഗങ്ങളായ PT ജോർജ്, ബിജു, പൊതുപ്രവർത്തകരായ സണ്ണി മാത്യു, സണ്ണി ജോൺ, തങ്കച്ചൻ അമ്പാട്ടുകുഴി, ബിജോ ജോസ്, വിജയൻ കല്ലിങ്കൽ, മഹേഷ് കൊന്നത്തടി, ജിമ്മി പള്ളിക്കുന്നിൽ, ടെസി തങ്കച്ചൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. SYS ഇടുക്കി ജില്ലാ സ്വാതന്ത്ര്യ ക്ലബിന്റെ നേതൃത്വത്തിൽ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന വൃദ്ധ വികലാംഗ സഹനത്തിലെ അന്തേവാസികളുമായി മലങ്കര ഡാം പാർക്കിൽ നാച്ചുറൽ വാക്കിംഗ് നടത്തി. അപ്പു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. MA ഷബീർ മുട്ടം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. SYS ഇടുക്കി ജില്ലാ സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള തൊടുപുഴ മുതലക്കോടത്ത് സ്ഥിതി ചെയ്യുന്ന വൃദ്ധ വികലാംഗ സദനത്തിലെ അന്തേവാസികളുമായി മലങ്കര ഡാം പാർക്കിൽ നാച്ചുറൽ വാക്കിംഗ് നടത്തി. അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വനം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഇന്ന് ഈ നാച്ചുറൽ വാക്കിങ്ങിന് എത്തിയിരിക്കുന്ന ഏറ്റവും ബഹുമാനരായ അപ്പച്ചൻ അമ്മമാർ, നമുക്കറിയാം ഈ ഇരിക്കുന്ന നമ്മുടെ ഈ അച്ഛനമ്മമാരെല്ലാവരും തന്നെ നീണ്ട അവരുടെ ഒരു ജീവിതകാലത്ത് പലതും 70-80 ഒക്കെ വയസ്സായ കാരണന്മാരുണ്ട്. വലിയ ജീവിതാനുഭവങ്ങൾ മനസ്സിൽ പേറുന്ന ധാരാളം മേഖലകളിൽ കൂടി, അത് തൊഴിലാണെങ്കിലും കുടുംബപരമാണെങ്കിലും സാമൂഹ്യപരമാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം കാരണവന്മാരാണ് ഇന്നിവിടെ ഈ നാച്ചുറൽ വാക്കിങ്ങിന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ സർക്കാർ മാറി വന്നിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് കേരളത്തിന് കൊടുത്തിരുന്നൊരു വാഗ്ദാനം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് ഈ കാണുന്ന രീതിയിലായിരിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പഴയ തലമുറയോടാണ്. നമ്മുടെ കാരണവന്മാരും അവരുടെ തലമുറയിലുള്ള ആളുകൾക്കിടയ്ക്ക് കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു ജനവിഭാഗമാണ് നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. അത് ഈ അടുത്ത നാളുകളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവും. മുട്ടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ MA ബഷീർ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹുൽ ഹമീദ്, സദനം സൂപ്രണ്ടന്റ് ആയിഷ, തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർമാരായ ലിറ്റി ജോസഫ്, അനീസ് ജോൺ, തൊടുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിഷ്ണു, മുട്ടം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അജയൻ, മുട്ടം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി രക്ഷാധികാരി സിജു കുര്യാക്കോസ്, ഫൈസൽ മൈദീൻ, SYS ജില്ലാ ഭാരവാഹികളായ മുസ്തഫ അഹ്സനി അയ്യൂബ്, അജ്മൽ സഖാഫി, റിയാസ് അഹ്സനി, മുഹാജിർ മുട്ടം തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ആനക്കയത്തിലെ സുവർണ കുടുംബശ്രീയുടെ 26ാമത് വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് മെമ്പർ അരുണിമ വിനീഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസിഡന്റ് ശോഭന എൽദോസ് അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ആനക്കയത്തിലെ സുവർണ കുടുംബശ്രീയുടെ 26ാമത് വാർഷികം പഞ്ചായത്ത് മെമ്പർ അരുണിമ വിനീഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസിഡന്റ് ശോഭന എൽദോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശാന്ത ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ വാർഡ് മെമ്പർ സിബി കെ.എ, CDS മെമ്പർ രാജമാരാജൻ, ADS പ്രസിഡന്റ് ബീന ബേബി, ADS സെക്രട്ടറി ലിസി പൗലോസ്, ADS വൈസ് പ്രസിഡന്റ് ജിജി ജോർജ്, ADS അംഗങ്ങളായ മായ പീതാംബരൻ, രഞ്ജു എബി തുടങ്ങിയവർ, ശാന്ത ഗോപിയും രാജമാരാജനും തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ദീപ ഷാജി സ്വാഗതവും രാജമാരാജൻ നന്ദിയും രേഖപ്പെടുത്തി. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. ഇന്നെന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണി, ആ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുഴയാറെ അലഞ്ഞു നാടി. ഇന്നെന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നഗരപാതകൾ കയ്യേറി ബോർഡുകളും കൊടികളും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് തൊടുപുഴ നഗരസഭ. നഗരസഭാ പരിധിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ റോഡുകൾ കയ്യേറിയും കാഴ്ചമറിച്ചും ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സാബ്ര ജലീൽ അറിയിച്ചു. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും തടസ്സമായി അനധികൃത പരസ്യങ്ങളും കൊടികളും സ്ഥാപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. പൊതുയിടങ്ങളിൽ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കാൻ പാടില്ലെന്ന് കോടതിയുടെയും സർക്കാരിന്റെയും വ്യക്തമായ ഉത്തരവുകളുള്ളതിനാൽ നിരോധിത മേഖലകളിൽ ഹോർഡിങ്ങുകളോ കൊടികളോ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ സാബിറ ജലീൽ അറിയിച്ചു. അനധികൃത ബോർഡുകൾക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി പോലീസ്, PWD, നഗരസഭ, ആരോഗ്യ, റവന്യൂ വിഭാഗങ്ങൾ എന്നിവർ പങ്കെടുത്ത യോഗം ചേർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 25-ന് പോലീസ്, PWD, നഗരസഭ എന്നീ വകുപ്പുകൾ സംയുക്തമായി നഗരത്തിൽ പരിശോധന നടത്തും. നിയമലംഘകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കും. പ്രധാന റോഡുകളുടെയും ബൈപ്പാസ് റോഡുകളുടെയും വശങ്ങളിൽ അനധികൃതമായും അല്ലാതെയും സ്ഥാപിച്ചിട്ടുള്ള ഉപയോഗശൂന്യമായ ബോർഡുകൾ ഉടമസ്ഥർ എത്രയും വേഗം നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം നഗരസഭ നേരിട്ട് ഇവ നീക്കം ചെയ്യുകയും ഇതിനുള്ള ചെലവ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഉടമയ്ക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യും. നഗരസഭയുടെ അനുമതിയില്ലാതെ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചവർക്കെതിരെയും നടപടിയുണ്ടാകും. നഗരസഭാ പരിധിയിലും പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിലും നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കടകളുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA വൈദ്യുതി പാർലമെന്ററി കാര്യ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ വളരെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ജോസഫ് അവരോട് തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞു. ടൗൺ ഹാളിന് മുന്നിലുള്ള കാറുകളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി. കൊല്ലത്ത് നിന്നും എത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന പേരുള്ള ആനയാണ് ഇടഞ്ഞത്. തുടർന്ന് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും മറ്റുദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര കവാടത്തിന് സമീപം വെച്ച് ആന അക്രമാസക്തനായ ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 6-ലധികം വാഹനങ്ങൾ തകർന്നു. ആനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ MLAയും DFOയും സ്ഥലത്തെത്തി. ഇവിടം വരെ എത്തിയപ്പോ ആന അവിടെ നിന്ന് വരണ പന്തികേട് തോന്നിയപ്പോ അപ്പൊ ഈ കാറ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്.
ആ കാറിൻ്റെ ആള് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. ഞാൻ ആ കാറിൻ്റെ ബാക്കിൽ സൈഡിൽ കൊണ്ട് നിർത്തി, ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ഓടി. ഇവിടെ എത്തുമ്പോഴത്തേനും ആന ഇത് മലയ്ക്കും, കാറ് മലയ്ക്കും. ആ കാറുമ്പോൾ എറിഞ്ഞ് കാറ് തള്ളി കൊണ്ടുവന്ന് ഇതിമ കൊണ്ട് ഇടിച്ചിട്ട് ആന എൻ്റെ പിന്നാലെ വന്നു. ഞാൻ ആ മറ്റേ ഗേറ്റിൽ കൂടെ ആൾക്കാരൊക്കെ അതിനുള്ളിൽ കയറായിരുന്നു. മറ്റേ ഗേറ്റിൽ കൂടെ കടന്ന് വേഗം വാലടച്ചു. ഇപ്പോൾ ആനയെ നിയന്ത്രണം ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ജനക്കൂട്ടം വന്ന് പിരിഞ്ഞാലാണ് ആനയോട് മാറ്റാൻ വേണ്ടി സാധിക്കും. കൂടുതൽ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് വീണ്ടും വീണ്ടും പ്രയാസമുള്ള സാഹചര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളാകെ പരിഭ്രാന്തരായിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതിനൊരു സഹകരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ഈ പോലീസിൻ്റെ നടപടികൾ സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നിങ്ങളുടെ കൂടെ ഭാഗത്തുനിന്ന് അതിനുള്ള സഹകരണത്തിനുണ്ട്. KVMS തൊടുപുഴ താലൂക്ക് യൂണിയനും ദീനദയ സേവാ ട്രസ്റ്റും സേവാഭാരതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് പെൻഷേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭ്യാസ സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് നിർവഹിച്ചു. തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. മോഡേൺ മെഡിസിൻ, ആയുർവേദ ആൻഡ് സിദ്ധ, ഹോമിയോ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. KVMS തൊടുപുഴ താലൂക്ക് യൂണിയനും ദീനദയ സേവാ ട്രസ്റ്റും സേവാഭാരതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മോഡേൺ മെഡിസിൻ, ആയുർവേദ ആൻഡ് സിദ്ധ, ഹോമിയോ എന്നീ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. മോഡേൺ മെഡിസിൻ വിഭാഗത്തിൽ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും ആയുർവേദ ആൻഡ് സിദ്ധ വിഭാഗത്തിൽ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ഹോമിയോ വിഭാഗത്തിൽ ഇടുക്കി ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് നിർവഹിച്ചു. നമുക്ക് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ ആരായും പോസിറ്റീവ് ചർച്ച ചെയ്യുവാനൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഉള്ള സ്ഥലങ്ങളിലായിരിക്കും രോഗി ഏതെങ്കിലും രീതിയിലുള്ള സഹായം തേടാൻ പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ രംഗത്ത് പലവിധ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ വയോജനങ്ങൾക്കൊരു ഒരു ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉള്ള ഒരു ഇന്ത്യ അല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ ആരോഗ്യ നിലവാരം, നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, നമ്മുടെ ജീവിത രീതി പലതും മാറി വന്ന് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ അതൊരു രോഗമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാറ്റിയെടുക്കേണ്ട ചില ജീവിത രീതികളാണ് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു ദാരിദ്ര്യമില്ലാത്ത, പാർപ്പിടങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത, പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ ഉള്ളതെന്ന് നമ്മൾ കൂടുതലും ഇപ്പോൾ സഫർ ചെയ്യുന്നത് മാനസിക പിരിമുറുക്കമാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ഒരു 50% മാനസിക പിരിമുറുക്കത്തിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്. തൊടുപുഴ
ദീനദയാ സേവാ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് ഒരുപാട് വലയുന്ന ആൾക്കാരുണ്ട്. മറ്റ് മാറാവ്യാധികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് എന്നത് സത്യത. എന്നാൽ ഈ രോഗത്തെ എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത്, രോഗത്തിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ കിട്ടണമെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ, വിദഗ്ധരായിട്ടുള്ള വ്യക്തികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. മെഡിക്കൽ ക്യാമ്പ് ജനറൽ കൺവീനർ VS ഗോപാലകൃഷ്ണപിള്ള, തൊടുപുഴ സേവാഭാരതി സെക്രട്ടറി ഹരിശാന്ത് K ഹരി എന്നിവർ ആശംസകൾ നേർന്നു. ഓർത്തോ, മർമ്മ, ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ബോൺ മാസ് ഡെൻസിറ്റി ടെസ്റ്റ് ആദ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിയ 100 പേർക്ക് 100 രൂപ നിരക്കിൽ ചെയ്യാനുള്ള സൗകര്യവും, PFT ടെസ്റ്റ് നടത്താനുള്ള സൗകര്യവും, ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനകൾ നടത്താനുള്ള സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് സ്മിത ഹോസ്പിറ്റലിൽ ക്യാമ്പിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഫ്രീ കൺസൾട്ടേഷൻ സൗകര്യവും, ലാബ് ടെസ്റ്റ്, റേഡിയോളജി, മൈനർ പ്രൊസീജിയർ, IP ബിൽ എന്നിവയ്ക്ക് 20% ഇളവും ക്യാമ്പിന്റെ ഭാഗമായി അനുവദിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമി കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K26 സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ടെസ്റ്റ് അപ്പു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് ചീഫ് ഇൻസ്ട്രക്ടർ കൊഷി ബേബി അബ്രഹാം ടെസ്റ്റിന് നേതൃത്വം നൽകി. ഷോബുക്കായ് ഷിറ്റുറിയു കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് 2K26 സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ടെസ്റ്റിൽ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ടെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ പറയും, വിമൻസ് റൈറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ വകുപ്പ് തലത്തിൽ പോലും പുതിയ വകുപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോഴും സ്വയരക്ഷയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ഉള്ളൊരു പരിശീലനം നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ കരാട്ടെ പോലത്തെ ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കുന്നത് വഴി ഒന്ന് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെയേറെ മുൻപിലായിരിക്കും. ഇതൊരു ആക്രമണത്തിനുള്ളൊരു പരിശീലനമല്ല, മറിച്ച് പ്രതിരോധത്തിന് എന്തെങ്കിലും ആവശ്യം, നിങ്ങൾക്കൊന്നും ആവശ്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ സ്വയം ഒന്ന് പിടിച്ചു നിൽക്കുവാനുള്ള ആ ഒരു തൻ്റെടവും ആ ഒരു ബോധ്യവും തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള പരിശീലനമാണ്. ചടങ്ങിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നിരഞ്ജന PS-നെ അബു ജോൺ ജോസഫ് MLA ആദരിച്ചു. കളർ ബെൽറ്റ് ടെസ്റ്റും സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ക്വാഷി ബേബി അബ്രഹാം, ഇൻസ്ട്രക്ടർമാരായ യദു രാജു, ഡിക്സൺ ബേബി, ബിനീഷ് രാജാക്കാട്, സന്ധ്യ സജീവ്, ജോൾസ്ന ജോൺസൺ, റിൻഡു സെബാസ്റ്റ്യൻ, സീനത്ത് നവാസ്, ജിൽസ് ഫ്രാൻസിസ്, ഷിജു ജോസഫ്, സ്റ്റെഫി ഷിജു, സാജൻ ജോസഫ്, ഷൈജി പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി.
വർഷത്തെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുന്നതാണ് മുംബൈയിലെ സിനിമാ മ്യൂസിയം. ഇന്ത്യയിലെ ഏക സിനിമാ മ്യൂസിയമാണ് ഇത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് ഈ സിനിമാ മ്യൂസിയം സ്ഥാപിച്ചത്. 5 നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ സിനിമാ മ്യൂസിയം സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവും വർത്തമാനവും വിവരിക്കുന്നു. 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗുൽഷൻ മഹൽ എന്ന കെട്ടിടത്തിലാണ് ഈ സിനിമാ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. MJ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 100 വർഷത്തെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുന്നതാണ് മുംബൈയിലെ സിനിമാ മ്യൂസിയം. ഇന്ത്യയിലെ ഏക സിനിമാ മ്യൂസിയമാണ് ഇത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് 2019 ഈ സിനിമാ മ്യൂസിയം സ്ഥാപിച്ചത്. 5 നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ സിനിമാ മ്യൂസിയത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രവും വർത്തമാനവും വിവരിക്കുന്നു. 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗുൽഷൻ മഹൽ എന്ന കെട്ടിടത്തിലാണ് ഈ സിനിമാ മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ സിനിമയുടെ ചരിത്രം മാത്രമല്ല പറഞ്ഞു പോരുന്നത്, മറ്റു മാധ്യമങ്ങളായ TV, റേഡിയോ, വർത്തമാന പത്രങ്ങൾ തുടങ്ങിയവയുടെ ചരിത്രവും പറയുന്നു. ഇന്ത്യയിലെ പഴക്കം ചെന്ന പ്രമുഖ പത്രങ്ങളുടെ കോപ്പികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്തെ അച്ചടിയന്ത്രവും വിവിധ കാലഘട്ടങ്ങളിലെ ടിവികളും TV പരമ്പരകളുടെ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. റേഡിയോയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള വിവിധ കാലഘട്ടത്തിലൂടെ കടന്നുപോകാൻ ഈ മ്യൂസിയം സഹായിക്കുന്നുണ്ട്. നിശബ്ദ സിനിമ തുടങ്ങി 3D വരെയുള്ള വിവിധ കാലഘട്ടത്തിലെ ചിത്രം, ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ വിശേഷങ്ങൾ, അങ്ങനെ പലതും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധിയും സിനിമയും കുട്ടികളുടെ സിനിമ എന്നിങ്ങനെ 2 പ്രത്യേക വിഭാഗങ്ങളുണ്ട്. സിനിമയുടെ സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെടുത്തുന്നതിന് പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഡബ്ബിംഗ്, ക്യാമറ, അങ്ങനെ പലതും. വിവിധ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ ഉപയോഗിച്ച ക്യാമറകൾ, ഫിലിം റോളുകൾ, ഫിലിം റീലുകൾ തുടങ്ങി ചരിത്രവുമായി ബന്ധപ്പെട്ട പലതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫാൽക്കെ അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമാ പ്രവർത്തകരുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മലയാളികൾക്ക് അഭിമാനമായി അടൂർ ഗോപാലകൃഷ്ണനും ഉൾപ്പെടുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ, അങ്ങനെ പലതും പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തവും മനോഹരവുമായ ഹോം ഡെക്കോർ ഉപകരണങ്ങളുമായി തന്മയ ഡെക്കോർ ഹോം ലിനൻ ആൻഡ് ഫർണിഷിംഗ് തൊടുപുഴ ഒളമറ്റം ആലപ്പാട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സെറാമിക് ഐറ്റംസ്, വുഡൻ ഐറ്റംസ്, ഡെക്കോർ പീസസ്, ഹോം ലിനൻ ഐറ്റംസ്, ബെഡ്ഷീറ്റ്സ്, കർട്ടൻസ്, സോഫ ബാഗ്സ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അമിത് വർഗീസ് അറിയിച്ചു. സെറാമിക് ഐറ്റംസ്, വുഡൻ ഐറ്റംസ്, ഡെക്കോർ പീസസ്, ഹോം ലിനൻ ഐറ്റംസ്, ബെഡ്ഷീറ്റ്സ്, കർട്ടൻസ്, സോഫ ബാഗ്സ് തുടങ്ങി വൈവിധ്യവും മനോഹരവുമായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്മയ ഡെക്കോർ ഹോം ലിനൻ ആൻഡ് ഫർണിഷിംഗ് തൊടുപുഴ ഒളമറ്റം ആലപ്പാട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തന്മയ ഡെക്കോർ ഹോം ലിനൻ ആൻഡ് ഫർണിഷിംഗിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമയായ അമിത് വർഗീസിന്റെ ഗ്രാൻഡ് മദർ റേച്ചൽ പൗലോസ് നിർവഹിച്ചു.
തൊടുപുഴ CSI പള്ളി വികാരി ഫാദർ MT ജോർജ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇവിടെ ആരംഭിക്കുന്ന ആളുടെ ഈ സംരക്ഷത്വം അത് ഉദ്ഘാടനം ചെയ്ത് ദൈവനാമത്തിൽ തുറന്ന് അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നല്ല കാര്യങ്ങളും കർത്താവ് അവിടുന്ന് ആകുന്നുവല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. അവിടുന്ന് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ നാഥനും നടത്തിപ്പുകാരനുമായിരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ അധ്വാനങ്ങളെ പ്രയത്നങ്ങളെ അവിടുന്ന് സഫലമാക്കി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കുടുംബാംഗങ്ങളെ മുഴുവൻ ഞങ്ങൾ ഏകമനസ്സോടെ ദൈവത്തിന് അനുഗ്രഹിക്കുന്ന കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചടങ്ങിൽ ഫാദർ PD ജോസഫ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സെക്രട്ടറി CK നവാസ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഇവിടെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. പുതിയ സംരംഭങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ഇവിടെ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹോളി ട്രിനിറ്റി തൊടുപുഴ സഭയുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഈ സ്ഥാപനം നല്ല നിലയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ ഒരു നിമിഷമാണ്. വാർഡിലെ പൊതുവെ സ്ഥാപനങ്ങളൊക്കെ കുറവാണ്. കൂടുതൽ സ്ഥാപനങ്ങൾ വരട്ടെ. നല്ല നിലയിൽ ഈ നാടിന് വികസനം ഉണ്ടാകാൻ നല്ല ഒരു വ്യാപാര സ്ഥാപനമായി ഇത് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തൊടുപുഴയിൽ ഇതുപോലുള്ളൊരു സ്ഥാപനം ഇല്ല. ഇങ്ങനെയുള്ള ഐറ്റം വാങ്ങണമെങ്കിൽ എറണാകുളത്തോ കോയമ്പത്തൂരോ പോലുള്ള സ്ഥലത്ത് പോകണം. അപ്പോൾ തൊടുപുഴക്കാർക്ക് ഈ സ്ഥാപനം വരുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. അതുപോലെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അമിത് വർഗീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക പൊതുയോഗം മെയ് 31 ഞായറാഴ്ച വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:30 അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോർജ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി ആന്റണി തെര്യൻ, ട്രഷറർ V അൻവർ, ജില്ലാ സെക്രട്ടറി അജിമോൻ ജോസഫ്, ട്രഷറർ വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും. കമ്മിറ്റി അംഗം മിന്നൽ ജോർജ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM ഗായസ് നന്ദിയും പറയും. ആദ്യകാല കേരള കോൺഗ്രസ് നേതാവായിരുന്ന തൊടുപുഴ പൂവത്തിങ്കൽ പരേതനായ PV വർഗീസ് സാറിന്റെ മകൻ ജിജോ ജോർജ് വർഗീസ് കാനഡയിൽ നിര്യാതനായി. 47 വയസ്സായിരുന്നു. രോഗബാധിതനായിരുന്നു. ഭൗതിക ശരീരം കാനഡ കാൽഗറി സെന്റ് മദർ തെരേസ സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനം നടത്തി. ഫാദർ ജോസഫ് കിഴക്കേടത്ത്, ഫാദർ സജോ ജേക്കബ് പുതുശ്ശേരി, ഫാദർ ജോസ് ടോം കളത്തിപ്പറമ്പിൽ,
ഫാദർ ഷിബു കല്ലറക്കൽ, ഫാദർ ടോമി മഞ്ഞളി, ഫാദർ അജീഷ് ചെറുപറമ്പിൽ തുടങ്ങിയവരുടെ കാർമ്മികത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചു. ജിജോയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, വേർപാടിൻ്റെ സമയത്ത് എന്താണ് പറയുക എന്ന് ഒരു നിശ്ചയമില്ല. കാരണം ദുഃഖത്തിലായിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ പറയാനായിട്ട് കഴിഞ്ഞൊന്നും വരില്ല. ഉള്ളിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് വാക്കുകളുടെ രൂപത്തിൽ കൊണ്ടുവരാനായിട്ടും സാധിക്കുകയില്ല. നിശബ്ദതയിൽ, ദുഃഖത്തിൻ്റെ നിലവിൽ, കണ്ണീരിൻ്റെ ഉപ്പ് രുചിച്ചറിയുന്ന ഈ നിമിഷത്തിൽ എന്താണ് കുടുംബാംഗങ്ങളോട് പറയുക എന്ന് എനിക്കൊരു നിശ്ചയമില്ല. പക്ഷേ സിമിയെയും അതുപോലെ മക്കളെയൊക്കെ ഓർക്കുമ്പോൾ അവർ ചാച്ചൻ്റെ അസുഖം കൂടുതലായിരിക്കുന്ന അവസരത്തിൽ ഉറക്കമിളച്ചിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജിജോയ്ക്ക് ഒത്തിരിയേറെ അസ്വസ്ഥത ഉണ്ടായ നിമിഷത്തിൽ ശ്വാസം കിട്ടാനായിട്ട് എടുക്കാനായിട്ടും സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഒരച്ഛനെ വിളിക്കണം എന്നുള്ള ചിന്ത സിമിക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കുണ്ടായി. സാധാരണ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ കൊച്ചച്ഛനായതുകൊണ്ട് വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ സൈലൻ്റായിട്ട് വെച്ചാണ് കിടക്കുക. ദൈവത്തിൻ്റെ പ്രത്യേകമായ നിശ്ചയം കൊണ്ട് സിമി
ജിജോയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഫോൺ വളരെ ശബ്ദത്തിൽ ബെല്ലടിച്ചു. ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ ബെല്ലടിക്കുന്നത്, അലാറം വന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ അലാറം അല്ല, 4 മണി, വെളുപ്പിന് 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സംസാരിച്ചപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ജിജോയ്ക്ക് ഇച്ചിരി അസ്വസ്ഥത കൂടുതലുണ്ട്, അച്ഛൻ വരാമോ എന്ന് ചോദിക്കുകയാണ്. ഒരു വൈദികനെ സംബന്ധിച്ച് വരാമോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, വരണം എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. കാരണം ഏറ്റവും ആവശ്യമുള്ള സമയം അസ്വസ്ഥത അല്ലെങ്കിൽ ഈ ജീവിതവുമായിട്ട് അസ്വസ്ഥതപ്പെടുന്ന അല്ലെങ്കിൽ പൊരുത്തപ്പെടുവാനായിട്ട് സാധിക്കാത്ത നിമിഷങ്ങളിലാണ് വൈദികരെ ആവശ്യമുള്ളത്. അത് മറക്കാതെ നിങ്ങൾ ചെയ്തതിനും എനിക്ക് തോന്നുന്നത് എൻ്റെ പള്ളിയിൽ നിന്നും ഫുഡിൽസ് ഹോസ്പിറ്റലിൽ വരാനായിട്ട് എടുക്കുന്നതിൻ്റെ പകുതി സമയം എടുത്തുള്ളൂ എനിക്ക് തോന്നുന്നു. അത്ര പെട്ടെന്ന് ശരിയാകാനും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനും ജിജോയോട് സംസാരിച്ച് അനോയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു കൃപ കർത്താവ് തന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തെ പിണറായി വിജയൻ നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമെന്ന് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്. PT തോമസിന്റെ ഉപ്പുതൊട്ടിലെ അന്ത്യവിശ്രമ സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി ആദരവ് അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS ഇടുക്കി ജില്ലാ സാന്ത്വന ക്ലബിന്റെ നേതൃത്വത്തിൽ മുതലക്കോടത്ത് പ്രവർത്തിക്കുന്ന വൃദ്ധവികലാംഗ സന്നദ്ധത്തിലെ അന്തേവാസികളുമായി മലങ്കര ഡാം പാർക്കിൽ നാച്ചുറൽ വാക്കിംഗ് നടത്തി. അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരപാതകൾ കയ്യേറി ബോർഡുകളും കൊടികളും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് തൊടുപുഴ നഗരസഭ. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA വൈദ്യുതി പാർലമെന്ററി കാര്യ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. KVMS തൊടുപുഴ താലൂക്ക് യൂണിയനും ദീനദയ സേവാ ട്രസ്റ്റും സേവാഭാരതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.